എന്തായിരുന്നു ഇന്നത്തെ ഒരു കൂടിക്കാഴ്ചയുടെ ഒരു ഉദ്ദേശം? ഈ ഭിന്നശേഷി സംവരണ വിഷയമൊക്കെ ഉന്നയിച്ച ഒരു സമയം കൂടിയാണല്ലോ. എങ്ങനെയാണ് ഇതിനെ? ഞാനിന്ന് യഥാർത്ഥത്തിൽ എറണാകുളത്ത് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം അരൂർ മണ്ഡലത്തിൽ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഒന്നല്ല 4 സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ മണ്ഡലത്തിൽ 2 സ്കൂളിൻ്റെ ഉദ്ഘാടനമുണ്ട്. ചങ്ങനാശ്ശേരിയിൽ വന്ന സ്ഥിതിക്ക് തിരുമേനി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ്. അന്ന് ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിരുന്നു. അന്ന് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ NSS മാനേജ്മെൻറ്റ് ഒരു പുതിയൊരു വിധി വാങ്ങുന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് NSSന് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളതാണ്. പക്ഷേ തിരുമേനി അടക്കമുള്ള മാനേജ്മെൻറ്റ് ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ള വാദം ഉന്നയിച്ചിട്ടുണ്ട്. അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, നിവേദനം നൽകിയിട്ടുണ്ട്. ജോസ് മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശുഭപ്രതീക്ഷയായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരള കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ അങ്ങനെയാണ് അവരുടെ നേതാക്കന്മാർ എല്ലാ പാർട്ടികളും ഈ മേഖലയിൽ സഹകരിച്ചുകൊണ്ട്, പ്രത്യേകമായിട്ട് നമ്മുടെ ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അവരാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ വളരെയേറെ തവണ മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഒക്കെ സംസാരിച്ച് ഈ മേഖലയിൽ അനുകൂലമായ നടപടി ഉണ്ടാകണമെന്ന് അവർ നിയമപരമായ വലിയൊരു പ്രതിസന്ധി ഇതിനിടയിലുണ്ട് എന്ന് സർക്കാരും പറയുന്നുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടോ സെക്രട്ടറി? ഞങ്ങൾക്കത് അത്ര ബോധ്യപ്പെടുന്നില്ല. നിയമപരമായിട്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇത്രയും നാളും ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ മറ്റ് നിയമനങ്ങൾ തടസ്സപ്പെട്ട് നിന്നത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ NSS മാനേജ്മെൻറ്റിന് ലഭിച്ച വിധിയോടുകൂടി ആ തടസ്സം മാറിയതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന നിയമോപദേശവും അതുതന്നെയാണ്. ഗവൺമെൻറ്റിന് ഒരു ഓർഡറിലൂടെ അത് നടപ്പിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ് നീങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സർക്കാരിനെ അറിയിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഞങ്ങളുടേതായ വാദഗതികളെല്ലാം സർക്കാരിൻ്റെ കത്തോലിക്ക കോൺഗ്രസ് സമുദായ സംഘടന എന്നുള്ള നിലയിൽ സമുദായം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ അവരത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് തന്നെ വളരെ നല്ല പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കേരള കോൺഗ്രസിൽ ഒന്നിക്കണമെന്ന് കഴിഞ്ഞ ദിവസം വളരെ ലളിതമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് ഒരു സമ്മേളനത്തിൽ നടത്തിയ ഒരു അഭിപ്രായം. അത് ഒന്നിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വിഘടിതമായിട്ട് നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് ദുർബലപ്പെട്ടു പോകുന്നു മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഇവർ ഒന്നിക്കണ്ട എന്നൊക്കെ ഉള്ളതെല്ലാം പാർട്ടികളുടെ തീരുമാനമാണ്. അതിനകത്ത് നമ്മളാരും അല്ല, ആയിരക്കണക്കിന് അധ്യാപകര് ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലും ഒക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല. അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനേതായാലും വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു
നീക്കം മന്ത്രിസഭ നടത്തുന്നു. ആദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ്. യഥാർത്ഥത്തിൽ അതുതന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും. ആ രീതിയിൽ ഗവൺമെൻറ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്.